ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മേഘാവുണ്ണി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണ്, ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയുടെ മെമ്പർ ആവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക എന്നതിനെ കുറിച്ചിട്ട് ഞാനൊരു ഗൈഡ് തരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ലേ എന്തിനാ ഇപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നിങ്ങൾ അറിയുന്നതെന്നുള്ളത്? നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾ ഓരോ പ്രോഡക്ട്സ്, മോയ്സ്ചറൈസർ ആവട്ടെ, ടോണർ ആവട്ടെ, അല്ലെങ്കിൽ സൺസ്ക്രീൻ ആവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മേക്കപ്പ് പ്രോഡക്ട്സ് ആവട്ടെ, ഇതൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. നിങ്ങൾ ചില പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ സിറ ആയാലും അല്ലെങ്കിൽ സൺസ്ക്രീൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ സ്കിന്നിന് ചേരാത്ത പ്രശ്നം കൊണ്ട് ഒരുപാട് പിമ്പിൾസ് വരിക, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഒരുമിച്ചിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിച്ചാലോ? അപ്പം അതിനുവേണ്ടി ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. ഒരു ക്ലെൻസർ, അതായത് മൈൽഡ് ആയിട്ടുള്ള, ഭയങ്കര ഹാർഷ് ഫേസ് വാഷും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ് നിങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്യണം. ഇങ്ങനെ വാഷ് ചെയ്ത് അതൊന്ന് പാഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫേസിലുള്ള വെള്ളമൊക്കെ പോകും. പിന്നെ നിങ്ങൾ ഏകദേശം ഒരു 1 hour കഴിയുക, 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം നിങ്ങൾ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ ആ ഒരു ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫേസിൽ പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കണ്ണാടിന് മുന്നിൽ പോയി നിൽക്കുന്ന സമയത്ത് ഈ 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഒരു മാറ്റം തോന്നില്ല. പിന്നെ വേറെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ഫേസ് വാഷ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് ക്ലീൻ ആക്കിയ ശേഷം നിങ്ങൾ പിന്നെ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യരുത്. അതായത് ഒരു മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ടോണറോ ഒന്നും നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. അതേപോലെ ഫേസ് ലീവ് ചെയ്യുക. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ണാടിൻ്റെ മുന്നിൽ പോയി നിൽക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫേസ് ഒന്ന് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല, ഫേസ് ഭയങ്കര ഡ്രൈ അല്ല, ഭയങ്കര ഓയിലി അല്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഫേസിൽ ഒരു പ്രോബ്ലംസോ അല്ലെങ്കിൽ ഒന്നും തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നിങ്ങളുടെ ഫേസിൽ എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, ടിഷ്യൂ പേപ്പർ നിങ്ങളുടെ ഫേസിൽ നിന്ന് പോരുകയാണ്, പക്ഷെ നിങ്ങൾക്ക് ഫേസ് വലിഞ്ഞു മുറുകുന്ന പോലെ ഒന്നുമില്ല, ഓയിൽ ആയിട്ടുള്ള പോലെ ഇല്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ സ്കിൻ ടൈപ്പ് ആണ്. നോർമൽ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ അവരുടെ ഫേസിൽ ഒരു ഓയിൽനെസ് ഫീൽ ചെയ്യില്ല, ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല, ഒരു നോർമൽ ആയിട്ടുള്ള പോലെ ഉണ്ടാവും ഫേസ്. അപ്പം അങ്ങനെയുള്ളവരാണ് നോർമൽ സ്കിൻ ടൈപ്പ്. ഇനി നിങ്ങൾ ഫേസിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫേസിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ ടിഷ്യൂ പേപ്പറിൽ ഓയിൽ ആവുകയാണ് എന്നുണ്ടായത് നിങ്ങൾ ഫേസിൽ വെച്ച് നോക്കിയപ്പം, നെറ്റിയിൽ വെച്ച് നോക്കിയപ്പം, അല്ലെങ്കിൽ നിങ്ങൾ ചീക്കിൽ വെക്കുമ്പം, നോസിൽ വെക്കുമ്പം, അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഓയിൽ പ്രൊഡക്ഷൻ ആ ഒരു എന്താ പറയുക ടിഷ്യൂ പേപ്പറിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് ഓയിലി സ്കിൻ ടൈപ്പാണ്. നിങ്ങളിപ്പം ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫേസ് ഒരു കണ്ണാടിയുടെ മുന്നിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും ഭയങ്കര ഇങ്ങനെ ആ ഓയിൽനെസ് കാരണം ഒരു ഷൈനി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളത് ഓയിലി സ്കിൻ ടൈപ്പ് ആണെന്നുള്ളത്. ഇനി നിങ്ങളുടെ ഫേസിൽ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന പോലെ ഫീൽ ചെയ്യുക. ഈ 1 മണിക്കൂറിന് ശേഷമുള്ള കാര്യം ഞാൻ പറയുന്നത്, ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിഞ്ഞു മുറുകുക, ഇപ്പം നോസിൻ്റെ ഏരിയാസിലൊക്കെ ഭയങ്കര ഡ്രൈനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. നിങ്ങളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നിങ്ങളുടെ ഫേസിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കുന്ന സമയത്ത് ടിഷ്യൂ പേപ്പർ അതേപോലെ നിങ്ങളുടെ ഫേസിൽ നിന്ന് വീണ് പോവുകയാണ്, നിങ്ങൾക്ക് ഭയങ്കര വലിച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഫേസിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് ഡ്രൈ സ്കിൻ ടൈപ്പാണ്. ഓക്കെ, നിങ്ങളുടെ ഫേസ് അല്ല, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഡ്രൈ സ്കിൻ ടൈപ്പാണ്. പിന്നെ ഈ 3 കാറ്റഗറി ആയിട്ട് മെയിനായിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പിലുണ്ട്. പിന്നെ വരുന്നത് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. അതായത് നിങ്ങളുടെ ടീ സോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർഹെഡ്, ചീക്ക്, അതുപോലെ നോസിൻ്റെ ഏരിയ, ഈ ഭാഗം നിങ്ങൾക്ക് ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്യാണ്. ടിഷ്യൂ പേപ്പർ വയ്ക്കുമ്പോൾ ഈ ഭാഗത്ത് ഭയങ്കര ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട്. എന്നാൽ ഈ ഒരു ഏരിയ, നിങ്ങളുടെ ചീക്ക് ഏരിയ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ രണ്ടും നിങ്ങളുടെ ഏത് ഓയിലിനെസ്സും അതുപോലെ ഡ്രൈനെസ്സും രണ്ടും നിങ്ങളുടെ ഫേസിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. അപ്പോൾ മെയിനായിട്ട് വരുന്നത് ഈ 3 സ്കിൻ ടൈപ്പ് ആട്ടോ, അതായത് ഡ്രൈ, അതുപോലെ ഓയിലി, കോമ്പിനേഷൻ. പിന്നെ വരുന്ന ഒന്ന് നോർമൽ സ്കിൻ ടൈപ്പാണ്. നോർമൽ സ്കിൻ ടൈപ്പാണ് കുറച്ച് നല്ല സ്കിൻ ടൈപ്പ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് എല്ലാ പ്രോഡക്ട്സും യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഓയിലി സ്കിൻ ടൈപ്പാണ് കുറച്ചും കൂടി നല്ല സ്കിൻ ടൈപ്പ്. കാരണം ഓയിൽ പ്രൊഡക്ഷൻ വരികയാണ് നമുക്ക് ഈ ഓയിൽ. പക്ഷേ ആകെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഓയിലി സ്കിൻ ഉള്ളവർക്ക്
ഇതുപോലെ തന്നെ ഭയങ്കര ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. അത് കാരണം ചിലപ്പോൾ പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ അവർ ചിലപ്പോൾ തലയിൽ ജസ്റ്റ് എണ്ണയൊക്കെ ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ ആ എണ്ണ അവരുടെ ഫേസിലോട്ട് വീണ്ടും ആയിട്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു ഇത് ഉണ്ടാവാനുള്ള ചാൻസ് ഓയിൽ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഉണ്ട്. പക്ഷെ അവരുടെ ഫേസിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു യൗവനം എന്നും നിലനിൽക്കും. ഡ്രൈ സ്കിന്നുള്ള ടൈപ്പ് ഉള്ളവരെ കുറിച്ച് അവരെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കാലം അവരുടെ ഫേസ് എന്താണ് ഇത് പെട്ടെന്ന് അങ്ങ് പ്രായം തോന്നിക്കില്ല. ചുളിവുകൾ, കാര്യങ്ങൾ, ഫൈൻ ലൈൻസ് ഒന്നും ഓയിൽ സ്കിൻ ടൈപ്പ് ഉള്ളവരുടെ ഫേസിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു ബ്ലെസ്സിങ് ആണ് ഓയിൽ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക്. പക്ഷെ അവർക്ക് ഒരുപാട് ഇഷ്യൂസും ഉണ്ട്, പിമ്പിൾസ് കാര്യങ്ങളൊക്കെ വരിക, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പാണ്. ഇത് ശരിക്കും ഒരു സ്കിൻ ടൈപ്പ് അല്ല. ഈ നിങ്ങൾ ഓയിലി ആവട്ടെ, ഡ്രൈ ആവട്ടെ, നിങ്ങൾ നോർമൽ സ്കിന്നാണ് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നാണ്, കോമ്പിനേഷൻ സ്കിന്നാണ്, ഓയിലി സ്കിന്നാണ്, ഈ 3 സ്കിൻ ടൈപ്പ് ഉള്ളവരുടെ സ്കിന്നും മേ ബി എന്താവാം, സെൻസിറ്റീവ് സ്കിന്നും ആവാം. അല്ലാതെ സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത് ഒരു സ്കിൻ ടൈപ്പ് അല്ല. ഈ 3 സ്കിൻ ടൈപ്പിൽ വരുന്നതിലും സെൻസിറ്റീവ് സ്കിൻ ആവും. ചിലപ്പം എൻ്റെത് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ സ്കിന്ന് സെൻസിറ്റീവ് കൂടിയാവും. സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊരു പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഫേസിൽ ഭയങ്കര പ്രശ്നമാകും. അതായത് ഇനിയിപ്പോൾ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും പുറത്തുനിന്നുള്ള എന്തെങ്കിലും ജസ്റ്റ് പൊടി ആകുമ്പോഴേക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളുമ്പോഴേക്കൊക്കെ നിങ്ങളുടെ ഫേസ് ഭയങ്കര റെഡ് ആവുക, ഒരുപാട് ചൊറിച്ചിൽ ഫീൽ ചെയ്യുക, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്ന് കൂടിയാണ്. അത് നിങ്ങളുടെ സ്കിൻ ഇപ്പോൾ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ചിലപ്പോൾ സെൻസിറ്റീവ് ആവും. അതിനെയാണ് സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു പ്രത്യേകിച്ച് ഒരു സ്കിൻ ടൈപ്പ് അല്ല. ഈ 3 സ്കിൻ ടൈപ്പ് വരുന്നതിലും മേ ബി നിങ്ങളുടെ സ്കിന്ന് സെൻസിറ്റീവ് കൂടി ആവാം. അപ്പോൾ ഇതാണ് ഈ 4 സ്കിൻ ടൈപ്പ് മെയിൻ ആയിട്ടുള്ള നോർമൽ, ഡ്രൈ, ഓയിലി കോമ്പിനേഷൻ. ഈ 4 സ്കിൻ ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ആകുമ്പോഴേക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടേത് ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓയിൽ പ്രൊഡക്ഷൻ കൂടുന്ന പ്രോഡക്ട്സ് നിങ്ങളുടെ ഫേസിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക. വെളിച്ചെണ്ണ അങ്ങനത്തെ ഓയിൽ കണ്ടന്റ് അടങ്ങുന്ന പ്രോഡക്ട്സ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യരുത്. നിങ്ങൾ ഓയിൽ ഇല്ലാത്ത പ്രോഡക്ട്സ് ആണ് നോക്കണം. നിങ്ങളിപ്പോൾ ഒരു സൺസ്ക്രീൻ വാങ്ങുകയാണെങ്കിലും മോയ്സ്ചറൈസർ വാങ്ങുകയാണെങ്കിലും ഒക്കെ ഓയിൽ ഇല്ലാത്ത പ്രോഡക്ട്സ് നോക്കിയിട്ട് വാങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾസ് വരാനും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഓയിൽ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഉണ്ടാവും. അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസർ നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. അത്യാവശ്യം ജെല്ലായതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിൽ ഭയങ്കര ഗ്രീസി ആയിട്ടൊന്നും മാറ്റത്തില്ല. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി നോർമൽ ടു ഓയിലി അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സ്കിന്നാണ് എൻ്റെത്. എനിക്ക് ഓയിൽ പ്രൊഡക്ഷൻ ഉള്ള സ്കിന്നാണ്. പക്ഷെ എനിക്ക് ഈ ഒരു പോൺസിന്റെ ഈ ഒരു വൈറ്റമിൻ ഇ അതുപോലെ ഹൈഡ്രോണിക് ആസിഡിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തപ്പോൾ എൻ്റെ സ്കിൻ അത് ആപ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത് എൻ്റെ സ്കിന്നിന് കുറച്ചും കൂടി നല്ലത് പോൺസിന്റെ ഈ വിറ്റമിൻ ഇ ആൻഡ് ഗ്ലിസറിൻ മോയ്സ്ചറൈസർ ആയിരുന്നു. എനിക്ക് കുറച്ചും കൂടി ഒരു മാറ്റ് ഫിനിഷ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇത് 2 എണ്ണം യൂസ് ചെയ്തിട്ട് ഏതാ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് നല്ലതായിട്ട് തോന്നിയെന്ന് പറയാം. കൂടുതൽ എല്ലാവരും പറയുന്നത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് പോൺസിന്റെ വൈറ്റമിൻ ഇ അതുപോലെ ഹൈലറോണിക് ആസിഡ് വരുന്ന ആ ഒരു റേഞ്ച് മോയ്സ്ചറൈസർ ആണ് അവരുടെ സ്കിൻ ടൈപ്പിന് ചേരുന്നതെന്നാണ്. എനിക്ക് പേഴ്സണലി നേരെ തിരിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ആണ്. പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സൺസ്ക്രീൻ ചോദിക്കുകയാണെങ്കിൽ ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഡീകൺസ്ട്രക്റ്റിന് സൺസ്ക്രീൻ അടിപൊളി സൺസ്ക്രീൻ ആണ്. ഒട്ടും തന്നെ അതിൽ ഓയിൽ അടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സൺസ്ക്രീന് കൂടി യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഡ്രൈ സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മിനിമലിസ്റ്റിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മിനിമലിസ്റ്റിന്റെ ഈ ഒരു സൺസ്ക്രീനും നിങ്ങൾക്ക് നല്ല വർക്കിംഗ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്ട്സ് ഡ്രൈ സ്കിൻ ഉള്ളവർക്കോ ഓയിലി സ്കിൻ ഉള്ളവർക്കൊക്കെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഫസ്റ്റ് ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്യുക കേട്ടോ. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കിയ ശേഷം ഇനി പ്രോഡക്ട്സ് ഒന്ന് വാങ്ങി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവും. കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് നല്ല കറക്റ്റ് ആയിട്ട് വർക്കിംഗ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.